രാഹുൽ ഈശ്വർ ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, രണ്ട് നിർണായകമായ നീക്കങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഒന്ന്, പങ്കജ് ഭണ്ഡാരിയുടെയും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആണ് കർണാടകയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനം അറസ്റ്റിലായിരിക്കുന്നു. മറ്റൊന്ന്, ഡിസംബർ 5 ശേഷം SITയുടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. അന്വേഷണ സംഘം ആലസ്യത്തിലായിരുന്നു എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ഈ അന്വേഷണത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത് താങ്കൾ? രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒന്ന്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്വമേധയാ കേസ്, സുവോമോട്ടോ കേസാണ്. അതുകൊണ്ട് തന്നെ അത്ര ഗൗരവത്തോടെ നമ്മൾ കാണണം. അത്രയും ഉറപ്പില്ലാതെ ഒരിക്കലും ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് മുമ്പോട്ട് പോകില്ല. രണ്ട്, ഇലക്ഷന് വലിയൊരു തിരിച്ചടി കിട്ടിയതിനു ശേഷം സ്വർണ്ണപ്പാളി വിഷയം പരമാവധി താഴ്ക്കാനും തമസ്കരിക്കാനുമാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ആരുടെയും കുറ്റമല്ല. ഇതാണ് CPMന്റെ ഒരു സ്ട്രാറ്റജി. അതുകൊണ്ടാണ് ഒരു ഇലക്ഷന് വേണ്ടി എഴുതിയ പാരഡി പാട്ടിനോട് പോലും അവർക്ക് ആദ്യം അസഹിഷ്ണുതയും കടുത്ത വകുപ്പുകളൊക്കെ ഇട്ടു. പിന്നെ മാധ്യമങ്ങളും പൊതുജനങ്ങളും എല്ലാം ശക്തമായി എതിർത്തതിനു ശേഷമാണ് അവരതിൽ യൂടേൺ വന്നത്. അതുകൊണ്ട് സ്വർണ്ണപ്പാളി വിഷയം തങ്ങളുടെ പിണറായി 3.0 ഇല്ലാതാക്കും എന്ന് ബാക്കി ആരേക്കാളും നന്നായിട്ട് CPMന് അറിയാം. അതുകൊണ്ട് തന്നെ ബോധപൂർവം ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിനെ കൂടി ഇത്രമാത്രം വലിയ തിരിച്ചടി കിട്ടുമെന്ന് പ്രതീക്ഷയാണില്ല CPM. കൊല്ലമടക്കമുള്ള സ്ഥലങ്ങളിൽ CPMന് കോർപ്പറേഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇനിയും ആഭ്യന്തര വകുപ്പിനെ സ്വാധീനിച്ചും അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും അതിനൊരു മെല്ലെ പോക്കോ സോഫ്റ്റ് പെഡലിങ്ങോ 4th ഗിയറിൽ പോയിരുന്നതിനെ 2nd ഗിയറിലാക്കുകയോ ഒക്കെ ചെയ്തായിരിക്കാം. പക്ഷേ വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം അടക്കമുള്ള കാര്യങ്ങൾ, ആലസ്യം അടക്കമുള്ള വാക്കുകൾ ഹൈക്കോടതി ഉപയോഗിച്ചോ എന്ന് എനിക്കറിയില്ല. ഉപയോഗിച്ചെങ്കിൽ അത് വളരെ സീരിയസ് ആണ്. അത് വളരെ സീരിയസ് ആയി തന്നെ എടുക്കണം. SIT വീണ്ടും പോകണം. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും, കാര്യം അയ്യപ്പന്റെ സ്വർണം കക്കുക, ദൈവത്തിന്റെ സ്വർണം കക്കുക, അമ്പലമോ പള്ളിയിലുള്ള സ്വർണം കക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപവും കുറ്റവുമാണ്. അതുകൊണ്ട് അന്വേഷണത്തെ തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? അട്ടിമറി ഒരു സ്ട്രോങ് വേർഡാണ്. ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടെ ആ വാക്ക് തൽക്കാലം ഉപയോഗിക്കുന്നില്ല. പക്ഷേ SITയെ ആലസ്യത്തിലേക്ക് തള്ളിവിടാൻ കേരള സർക്കാർ ശ്രമിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. SITയെ സോഫ്റ്റ് പെഡൽ ചെയ്യാൻ, അല്ലെങ്കിൽ കിഡ്സ് ഗ്ലൗസ് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക, മലയാളത്തിൽ പറയുകയാണെങ്കിൽ SITയെ ദുർബലപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ ഹൈക്കോടതി അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കേണ്ട കാര്യമില്ല. വളരെ ഊർജ്ജത്തോടെ ആർജവത്തോടെ മുമ്പോട്ട് പൊക്കോണ്ടിരുന്നതാണ്. അവരെ എങ്ങനെങ്കിലും ആലസ്യത്തിലേക്കും അല്ലെങ്കിൽ അവരെ എങ്ങനെങ്കിലും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അട്ടിമറി എന്നുള്ളത് വളരെ സ്ട്രോങ് ആയ ഒരു വാക്കായതുകൊണ്ട് മാത്രം ഉപയോഗിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആ നിരീക്ഷണങ്ങളിലെ കൃത്യമായ വാക്കുകൾ കൂടി വെച്ച് ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. അതുകൊണ്ട് വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇനിയും കൂടുതൽ നടപടികൾ ഉണ്ടാകണം. ഇതിന്റെ പിന്നിൽ CPM നേതാക്കളായ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നു, പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നു. അതിന് പിന്നീട് അങ്ങോട്ട് ഉന്നതങ്ങളിലേക്ക് അന്വേഷണം എത്തുമോ? ഇനി ആരൊക്കെ പിടിയിലാകുമെന്ന് ഉറ്റുനോക്കിയ സമയത്താണ് അന്വേഷണം വഴിമുട്ടുന്നത്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കാര്യമായ ഒരു നീക്കം SITയുടെ ഭാഗത്ത് ഉണ്ടായില്ല. നോക്കൂ, ഇവിടെ അന്വേഷണം അവസാനിപ്പിക്കണം, ഇവിടെ വഴിമുട്ടണം എന്നൊരു നിർദ്ദേശം ലഭിച്ചു കാണാൻ സാധ്യതയുണ്ടോ? അതോ മുകളിലേക്ക് അന്വേഷണം എത്തുന്നതിനെ ഒരു കൂട്ടം ചിലർ ഒരു തലത്തിൽ ഭയപ്പെടുന്നതോടുകൂടിയായിരിക്കില്ലേ? മടി കൂടാതെ തുറന്നു തന്നെ പറയാം. എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും മാത്രമാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ധ്വനിപ്പിക്കാൻ പല നീക്കങ്ങളും നടന്നു. അതുകൊണ്ടാണ് 600 ഗ്രാം സ്വർണം എവിടെന്നോ എടുത്തോണ്ട് വന്ന് ഇതെങ്ങനെങ്കിലും കേസ് തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അങ്ങനെയൊന്നും ചെയ്യരുത്. 6 വർഷമായിട്ട് ആരും ഒരു സ്വർണവും എവിടെയും ഒളിപ്പിച്ചൊന്നും വെക്കില്ലല്ലോ. അതിന് ട്രാൻസാക്ഷൻ ഉണ്ടായി കാണില്ലേ? അപ്പോ യഥാർത്ഥത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതാണ് ഇതിലെ ഏറ്റവും ആഴമേറിയ പോയിന്റ്. ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുന്നത് കോടാനുകോടി രൂപയ്ക്ക് ഇത് മറിച്ചു വിറ്റ് കാണാം, മുറിച്ചു വിറ്റ് കാണാം. ഒരു പ്രമുഖ വ്യവസായിയുടെ നിന്ന് മൊഴിയടക്കമുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പിന്നിൽ കോടാനുകോടി രൂപകൾ ഉണ്ടെന്ന് വന്നാൽ കൂടുതൽ തിരിച്ചടി നേരിടും. അതിനു പകരം ഇത് ചെറിയ എന്തോ സ്വർണത്തിന്റെ കണക്കിൽപ്പെട്ട പ്രശ്നമാണ്, ചെറിയ എന്തോ സ്വർണ്ണ തട്ടിപ്പാണ്, കുറച്ച് ഗ്രാം സ്വർണം പോയിട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് പ്രൊജക്ട് ചെയ്യാൻ CPM ശ്രമിക്കുന്നത്. അത് തെറ്റാണ്, ശരിയല്ല, ഒരു കാരണവശാലും ചെയ്യരുത്. എല്ലാ സഖാക്കളും മോശമാണെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഇത് ചെയ്തവരും ഇതിന്റെ പിന്നിൽ നിന്നവരും ഇതിന്റെ പിന്നിലെ ഉന്നത കേന്ദ്രങ്ങൾ ആരാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരണം, അവരെ അറസ്റ്റ് ചെയ്യണം. അയ്യപ്പന്റെ പോയ ദ്വാരപാലക ശില്പങ്ങൾ തിരിച്ചെടുക്കണം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ പുറത്തു കൊണ്ടുവരാൻ ഈ രീതിയിലാണ് അന്വേഷണമെങ്കിൽ SITക്ക് കഴിയുമോ ശ്രീ രാഹുൽ ഈശ്വർ? അവിടെയാണ് ഹൈക്കോടതിയിൽ പ്രതീക്ഷയുണ്ട്. SIT ആത്യന്തികമായി പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ താഴെ വർക്ക് ചെയ്യുന്ന, ആഭ്യന്തര വകുപ്പിന് താഴെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഉദ്യോഗസ്ഥരല്ലേ. അവർക്ക് തീർച്ചയായിട്ടും സ്വാധീനങ്ങൾ ഉണ്ടാവില്ലേ? അറസ്റ്റ് ചെയ്യണമെന്നും ചെയ്യേണ്ടെന്നും തീരുമാനിക്കുന്ന ആഭ്യന്തര വകുപ്പാണ്. നമുക്കെല്ലാം അറിയാമല്ലോ, ആരുടെയും കുറ്റമല്ല.
അവിടെയാണ് ആദ്യം മുതലേ പ്രതിപക്ഷവും മറ്റുമൊക്കെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തോടു കൂടിയുള്ള ഒരു CBI അന്വേഷണം പോലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അറിയില്ല അങ്ങനെ എന്തെങ്കിലും വരുമോന്ന് ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഈ കേസിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിലെ രാജാ വിജയരാഘവൻ സാറും ജഡ്ജി ജയകുമാർ സാറും അടക്കം അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇതുവരെ എത്തിയത്. അതുകൊണ്ട് ഹൈക്കോടതിയെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഇനിയും ബാക്കി എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല. പക്ഷെ ഹൈക്കോടതി സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ സത്യമാണ്. കോടതിയുടെ പരാതിയാണ്. കാര്യം പോലീസോ പ്രോസിക്യൂഷനോ സാധാരണ കള്ളം പറയുന്ന പോലെ കള്ളം പറയുന്നതല്ല. ഹൈക്കോടതിയുടെ പരാതിയാണ്. അതുകൊണ്ട് ഇനിയും കൂടുതൽ ചെയ്യണം. ഇത് ഏറ്റവും പ്രധാനം എന്താ? സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് അറസ്റ്റൊക്കെ പ്രധാനമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ആ കാര്യം തിരിച്ചു കിട്ടണം. അതായത് എവിടെ ഒറിജിനൽ സാധനങ്ങൾ, എവിടെ ദ്വാരപാലക ശില്പങ്ങൾ, എവിടെ ഒറിജിനൽ ദ്വാരപാലക ശില്പങ്ങൾ, ഒറിജിനൽ വാതിൽപ്പടികൾ, ഇതൊക്കെ എവിടെ? അതല്ലേ ഏറ്റവും പ്രധാനമായിട്ട് തിരിച്ചു കിട്ടേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് തിരിച്ചു കിട്ടാനുള്ള കാര്യങ്ങളും അത് വീണ്ടെടുക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ വരുന്നത് പോസിറ്റീവായി കാണുന്നു. രണ്ട് കാര്യങ്ങളാണ്. EDയെ ബഹുമാനത്തോടെ കാണുന്നു. പക്ഷെ EDയുടെ പല നീക്കങ്ങളും പൊളിറ്റിക്കൽ മാത്രമാണ് എന്നൊരു വിമർശനം ഒരുപാട് കാലമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടക്കം തമിഴ്നാട്ടിലെ കേസിലടക്കം ED അനാവശ്യമായി രാഷ്ട്രീയം കളിക്കുന്നു, രാഷ്ട്രീയ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുകയുണ്ടായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്തനംതിട്ട കോടതിയിൽ ആദ്യം ED പോയപ്പോൾ അവരെ അന്വേഷിക്കാൻ അനുവദിച്ചില്ല. പിന്നീട് അവർ ഹൈക്കോടതിയിലേക്ക് പോയാണ് ഇത് രേഖയൊക്കെ നേടുന്നതെന്ന് പറയുന്നു. ആര് വന്നാലും ഇത് രാഷ്ട്രീയപരമായ ദുരുപയോഗം ചെയ്യരുത്. അവിടെയാണ് പ്രശ്നം. CPM-നെതിരെയും ദുരുപയോഗം ചെയ്യരുത്, കോൺഗ്രസിനെതിരെയും BJP-ക്കെതിരെയും ദുരുപയോഗം ചെയ്യരുത്. പലപ്പോഴും അന്വേഷണ ഏജൻസികൾ വരുമ്പം പറ്റുന്നത് ഈ മൊഴികൾ എഴുതി മേടിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ കൊടുക്കും, ബാക്കിയുള്ളവരെ കൊടുക്കും തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു കാര്യമല്ല, ദൈവികമായ ഒരു കാര്യമാണ്. അതിന് രാഷ്ട്രീയ അലയൊളികളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അടിയൊഴുക്കുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവിടെയാണ് ED തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഏജൻസികളിൽ ഒന്നാണ്. പക്ഷേ ഹൈക്കോടതിയെ വിശ്വാസമാണ്. ഹൈക്കോടതിയുടെ നിലപാടുകൾ പ്രധാനമാണ്. അതുകൊണ്ട് ഹൈക്കോടതി എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു, ഹൈക്കോടതിയിലെ ആ 2 ജഡ്ജിമാരുടെ നിലപാട് അവരുടെ വിധിന്യായത്തിൽ, ഇടക്കാല വിധിന്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഇതിന്റെ അവസാനം വരെ കൊണ്ടുപോകും, പൊതുജനത്തെ ബോധ്യപ്പെടുത്തും, ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവരെ എല്ലാം ഈ കേസിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹൈക്കോടതിയുടെ നിശ്ചയദാർഢ്യം വളരെ പ്രധാനമാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏതാനും ലക്ഷങ്ങൾക്ക് വേണ്ടി ആരും ഇത് ചെയ്യില്ല. കോടാനുകോടി രൂപ ഇതിന്റെ പിന്നിൽ ഉണ്ടാവണമല്ലോ. ഏതാനും ലക്ഷങ്ങൾക്ക് വേണ്ടി ആരിത് ചെയ്യാനാണ്? അപ്പം കോടിക്കണക്കിന് രൂപയുടെ ഒരു സ്കാം കൊള്ളയാണ് നടന്നത്, ഹൈസ്റ്റ് കൊള്ളയാണ് നടന്നത്. ഹൈക്കോടതിയുടെ വാക്കാണ്, രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല. അപ്പം അതിന്റെ പിന്നിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വരണം.